ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് തന്നെ നമുക്കൊരു വൈകുന്നേരത്തൊരു ചെറിയൊരു ഡാൻസിങ് പരിപാടി ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഡാൻസിങ് പരിപാടി. ഇത് നമ്മൾ ഒരു ഫങ്ഷന് പോകുമ്പോൾ അവിടെ കളിക്കാനുള്ളൊരു ഡാൻസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഡാൻസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറക്കിയിട്ട് നമുക്കിനി ഇവിടുന്ന് പോകണം ഗൈസ്. ഓക്കെ, ഇതാണ്ട് നമ്മുടെ കൂട്ടുകാരൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് നമ്മുടെ ബോണറ്റ് ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലാസ്സിൽ വന്ന് ബോണറ്റ് അടിച്ച് ഗ്ലാസ് പൊട്ടി. അപ്പോൾ അതിൻ്റെ മുന്നിൽക്കൊന്നും കാണുന്നില്ല. നമ്മളെ 360 ക്യാമറയിൽ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. സീനൊന്നുമില്ല ഗൈസ്. പോകുന്നു. ഓക്കെ, സമാധാനമായിട്ടുണ്ട് ഗൈസ്. ഇനി വീട്ടിൽ പോയിട്ട് ഉറക്കം നല്ല വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഫോണിൽ ചാർജും ഇല്ല, ഓഫായി. എൻ്റെ ഫോണിൽ പാട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തായിരുന്നു ഗൈസ്. ഉറങ്ങട്ടെ. ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അതാണ്ട് നമ്മുടെ ചങ്കിൻ്റെ 3 മിസ് കോള്. 12:10 ഇവൻ തന്നെ ഗൈസ്. എന്തായാലും നമുക്ക് അവനൊന്ന് അടിച്ചു നോക്കാം ഗൈസ്. അവൻ അടിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇന്നലെ ആരോ അവൻ്റെ അടുത്ത് വന്നെന്നാണ്. ഞാൻ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ പുറത്തുനിന്ന് സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങിപ്പോയി നോക്കിയത് അത്രേ. അവിടെ എന്തോ ഒന്ന് കണ്ട് അവൻ പേടിച്ച്. പക്ഷെ അവൻ പെട്ടെന്ന് എനിക്കടിക്കുകയാണ് ചെയ്തത്. അതായത് അപ്പോൾ ഇവിടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അവൻ വിട്ടെന്നാന്ന് തോന്നുന്നു. ഓക്കെ, അവൻ മണ്ടി പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇന്നലെ വിട്ടാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ നോക്കുന്നില്ല ഗൈസ്. നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് നോക്കണം. ഇവിടെ അവൻ്റെ ഫോൺ എവിടാണ്ട് മറന്നു വെച്ച്. അവൻ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയെന്നൊക്കെ പറയുന്നുണ്ട്. ഓന് കണ്ട സാധനത്തിനെക്കാട്ടും വലിയ ഡേഞ്ചറായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ പൊട്ടൻ എന്തിന് ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഡൈനോസറൊക്കെ ഉള്ളതാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടോ ഇവിടെ അവൻ്റെ ഫോൺ എവിടെയാണ്. ഗൈസ്, ദാണ്ട ആ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആ ഫോണ് ആണോ? ഫോൺ തന്നെയാണ്. ഫോൺ തന്നെയാണ്. ആ ഫോൺ ഓണായിട്ടാണ് കിടക്കുന്നത് ഇപ്പോഴും. അല്ല, അതിലാരോ കോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഫോൺ എടുക്കാം ഗൈസ്. ഈ മരമാണോ അതോ ആ മരമാണോ? ഇപ്പോൾ ഓർമ്മ പറ്റുന്നില്ല. ഇതാന്ന് തോന്നുന്നത് ഗൈസ്. ഫോൺ എടുക്കാൻ പോയപ്പോൾ ഇതാണ്ട് ഒരു വവ്വാൽ ഇവിടെ ചത്ത് കിടക്കുന്നത്. ഫോൺ എങ്ങനെ കിട്ടിയിട്ടുണ്ട്? ഇതിനെന്നാലും ആര് കൊന്നേ ഗൈസ്? വവ്വാലേ. ഇവിടെ അങ്ങനെ സർവീസ് വയറൊന്നും ഇല്ല കേട്ടോ. അയ്യേ, ചാട്ടപ്പിച്ച് കാക്ക തന്നെയാണ് ഗൈസ്. കാക്ക തന്നെയാണ്. ഈ നട്ടപ്പതൊക്കെ കാക്കയ്ക്ക് കൂടൊന്നും കണ്ടില്ലെന്നാവും. ഇപ്പോഴും പുറത്തു കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നല്ല വേണ്ട സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കാഷ്ടിച്ചത് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയിട്ട് അവനെ പൊക്കണം. പോന്ന്. അയ്യോ, പോയി ഗൈസ്. അല്ല, അവിടെ ഉണ്ടോ? താണ്ട ആ ഷീറ്റിൻ്റെ മുകളിലുണ്ട്. ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് ഗൈസ്. ഇതാ കാക്ക തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ പോയിട്ട് പിടിക്കാം. പിടിച്ചതിൻ്റെ താഴത്തേക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനൊക്കെ ഒരു പണി കൊടുക്കാണ്ട് ഗൈസ്. നമുക്കതിനെ കൂട്ടി അടച്ചിടാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അടുത്തൊരു ചോദ്യം. ഞാൻ ആ വന്ന വണ്ടി ഏതാണെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യേ. ഞാൻ ആ വന്ന വണ്ടി ഏതാണെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആ കൊടുത്ത വണ്ടി ഏതാണെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. അത്രയേ ഉള്ളൂ കേട്ടോ. അതിനങ്ങനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകണം. നമ്മൾ അവൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. അത് അവനെ വരുന്ന വഴി അവൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ കിളിക്ക് വേണ്ടിയിട്ടൊരു കൂട് ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഞാൻ കൂടിനായിട്ട് എടുത്തത് നമ്മളവിടുത്തെ ഒരു ടേബിളാണ്. ഇതിന് ചുറ്റും നമുക്ക് നെറ്റ് അടിക്കാം. അതായിരിക്കും നല്ലത്. ചുറ്റും നെറ്റ് അടിക്കാം. അത് മതിയാവോ? അത് മതി കേട്ടോ ഗൈസ്. പോളിഷ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ടേബിൾ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഒരു ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സിറ്റിയിൽ ഗോസ്റ്റ് ഇറങ്ങിയ രീതിയിൽ നമുക്കൊരു പ്രാങ്ക് ചെയ്യാം നമ്മൾ ആളുകളെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ശ്രീകാലാന എന്ന് ഞാനിവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിന് മുന്നേ ഞാനും എൻ്റെ കൂട്ടുകാരനും ഇതേപോലെ പ്രാങ്ക് ചെയ്തിരുന്നു ഒരു നാട്ടുകാരെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നിർത്തി കേട്ടോ. ഇത് ഇവിടെ CCTV ഒക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഒരു പരിപാടി നിർത്തി. അപ്പോൾ ഗൈസ്, ഇത് കണ്ടിട്ട് ആൾക്കാർ പേടിച്ചോളും. അപ്പോൾ
എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവൻ പറഞ്ഞ കഥ എന്തായാലും പാട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താ ഈ ചുമരുമേ? ഓ ശ്രീകാലാന. ഇനി ശരിക്കും എങ്ങാനും പ്രേതം വന്നു ഗൈസ്. ഇവിടെ എല്ലാ ചുമരും എഴുതിച്ചിട്ടുണ്ട്. ഇനി ഇത് അവൻ്റെ പരിപാടിയാണെന്ന് ഉറപ്പില്ല. പക്ഷെ അവൻ എഴുതാൻ സാധ്യതയില്ല ഗൈസ്. ഇത് ഗൈസ് ഞാൻ നമുക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇതെവിടുന്ന ഇതാരാ അവനക്ക് എടുത്തു കൊടുത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല ഗൈസ്. ഞാനിപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നലെ അവൻ പറഞ്ഞത് സത്യമാണ്. ഇതാണ് അവൻ ആരോ ഫോളോ ചെയ്യുകയാണ് കേട്ടോ. അത് ആരോ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രാങ്ക് ആവാനാണ് സാധ്യത. അല്ല ഗൈസ്, പല സൈഡിൽ നിന്ന് അവൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേതമാണോ ഗൈസ്? ഇനി അങ്ങനെ ശരിക്കും ഗോസ്റ്റ് ഉണ്ട്. അതാണ് ഇവൻ തിരിഞ്ഞ് ഇവൻ്റെ മുന്നിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതാണ്ട് ബാക്കിൽ നിന്നായി, ഇപ്പോൾ ബാക്ക് സൈഡിൽ നിന്നായി. ഗൈസ് ഇപ്പം ഞാൻ അവൻ്റെ ഓഡിയോ കേൾപ്പിച്ചു തരാം കേട്ടോ. അയ്യോ എന്താ സംഭവിക്കുന്നത്? അയ്യോ 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 രക്ഷിക്കണേ! അയ്യോ 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 ഇതാര്? അയ്യോ അയ്യോ